അടച്ചു വെച്ചിട്ടുണ്ട്. അയാൾ എണീറ്റില്ലേ? ഇല്ല. വിളിച്ചില്ലേ? വിളിക്കണില്ല. എന്ത്? എണീറ്റിട്ട് ജോലിക്കൊന്നും പോവാനില്ലല്ലോ. ഏട്ടനോ? ഏട്ടൻ വരിക. എന്തേ തരാണ്? വണ്ടി നിർത്തി അപ്പ കട്ട വെക്കണം, പ്രത്യേകിച്ച് നടപ്പായ സ്ഥലത്ത്. ഇനി ഇളകില്ല. ഏട്ടൻ കുറച്ചായി ഈ വഴിക്കൊക്കെ. ഏടത്തേക്ക് അലോഹയൊന്നും ഇല്ലല്ലോ? ഇല്ല, അയർ കുറവൊന്നുമില്ല. ഏട്ടാ, നീ ഇവിടെ നിൽക്കണ്ടായിരുന്നോ? അമ്മുട്ടിയെ, നിന്റെ വണ്ടിക്ക് പ്രത്യേകിച്ച് കോട്ടൊന്നും ഇല്ലല്ലോ. ഒന്ന് നോക്കിയേ, നീ മുമ്പ് കണ്ട പോലെ തന്നെ പുത്തനായിട്ടിരിക്കണില്ലേന്ന്? ഇല്ല, ഒരു കോട്ടവും ഇല്ല. പിന്നെ ഇത്തിരി ക്ഷീണുണ്ട്. അത് ഈ കാലാവസ്ഥയുടെ ആയിരിക്കും. എന്തല്ലേ? നീ എന്താ പറഞ്ഞേ? നീ എന്നെ കളിയാക്കിയതല്ലേ? കളിയാക്കൊന്നും വേണ്ട. ഇതെനിക്ക് എൻ്റെ സ്വന്തം മോനെ പോലെ. മക്കളെ പോറ്റുന്നവരും കാശ് ചെലവാ ഇതിൽ പെട്രോൾ ഒഴിച്ച് കൊണ്ടിടക്കാൻ. ഇന്നാലെന്താ നേരാവണ്ണം കണ്ടും കേട്ടും കൊണ്ടിടന്ന ഇതിനോളം നന്ദിയുള്ളൊരു മനുഷ്യജീവി ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്ത്? ഒന്നും പറഞ്ഞില്ല. പറയണമെന്ന് വിചാരിച്ചല്ലോ. എവിടെ നിന്റെ മകളുടെ ഭർത്താവ് സുകുമാരൻ? ഉറങ്ങ്. ഈ സൂര്യൻ തലയ്ക്ക് മിതുച്ചിക്കണ നേരത്താ. അപ്പൊ ഏട്ടനൊന്നും അറിഞ്ഞില്ലേ? എന്തേ? സുകുമാരന് സസ്പെൻഷൻ കിട്ടി. സുകുമാരന് സസ്പെൻഷൻ കിട്ടി? എന്താ അവളുടെ ഒരു സന്തോഷം. പ്രമോഷൻ അല്ല കിട്ടിയത്, സസ്പെൻഷനാ. എന്ന് വെച്ചാ ഇനിയുള്ള കാലം വെറുതെ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കാന്ന് സുകുമാരൻ പറഞ്ഞു. സുകുമാരൻ പറഞ്ഞു. എന്തിനാ സസ്പെൻഷൻ കിട്ടിയെന്ന് അവൻ പറയലുണ്ടായ? ഞാൻ ചോദിക്കണ്ടായില്ല. അവൻ ഉറങ്ങാന്ന് പറഞ്ഞ ചോദിക്കാതെ ഞാൻ തന്നെ പറയാം. പറയണ മുമ്പ് ഏട്ടനെ തലയിൽ ആമത്തോടെ നൂരി വെക്കാം. ദൂരിട്ടില്ലേ? ഇത് വെക്കാണ്ട് ഇതും കൊണ്ട് പുറത്തിറങ്ങിയാലേ കണ്ടോണം ചാർജ് ചെയ്യാൻ നടക്കുക പോലീസുകാര്. പോലീസുകാരുടെ ഈ പിടിച്ചു പറയും മൂലം പോക്കറ്റിൽ കാശ് വെക്കാതെ ഇതും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നായിരിക്കുന്നു. പിന്നെ സുകുമാരന് സസ്പെൻഷൻ ആയതുകൊണ്ട് അവൻ ചാർജ് ചെയ്യുന്ന പേടിക്കണ്ട. ഊരന്നെ. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? കുന്തം. സുകുമാരന്റെ സസ്പെൻഷന്റെ കൂട്ടം നിനക്കറിയാലോ. ഇപ്പൊ തങ്ങളത് കണ്ണൂരാണെങ്കിലും ഒറ്റപ്പാലത്ത് എണ്ണം പറഞ്ഞ നായർ തറവാട്ടുകാർ നമ്മളെന്ന്. നീ നിന്റെ മോളെ നേരാവണ്ണം വളർത്താത്തത് മൂലം അവളൊരു കീഴ്ജാതിക്കാരനെ കെട്ടിന്നല്ല കെട്ടിയെടുത്തു. അതുകൊണ്ട് അവള് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു കൊടുന്നു. എന്താ അവളുടെ അഹംഭാവം. ആ കഞ്ഞൂടി ഇപ്പം മുട്ടും. അത് പറയാനാ ഞങ്ങട് വന്നത്. കാര്യം ആളുകളൊക്കെ സ്ഥലം എസ്.ഐ തൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് അല്ലടോ നായരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്തസ്സിലതെ എന്ന് മറുപടി പറയാറുണ്ട്. പക്ഷെ അത് ഇത്രയ്ക്കധികം പുലിമാലാവെന്ന് ഞാൻ കരുതിയില്ലാട്ടാ. നിനക്ക് കേൾക്കണോ എൻ്റെ അമ്മൂട്ടിയെ? ഇന്നുണ്ട് നമ്മുടെ കരയോഗം പ്രസിഡന്റ് പ്രഭാകരമേനൻ എന്നോട് ചോദിക്കുക, മിന്നൽ സുകുമാരൻ തൻ്റെ മരുമകനാണോന്ന്. ഞാൻ അന്തസ്സിലതെ. ശേഷം വഴി എന്തെങ്കിലും കാര്യം സാധിക്കാണ്ടോന്ന് ചോദിച്ചു. പിന്നെ കേട്ടതൊരാട്ടാ. ഒരു മലയൻ എങ്ങനെയാണോ തന്റെ മരുമകനായത്? ആ കഥ പറയാൻ നിന്നാലേ പ്രസിഡന്റ് ഓട്ടോ വിളിച്ചു വന്നതല്ലേനെ. ഒരു കീഴ്ജാതിക്കാരനെ തന്റെ മരുമകള് പ്രേമിക്കാൻ നടക്കുമ്പോ താൻ എവിടെയായിരുന്നോ നായരെന്ന് ചോദിച്ചാ ഞാൻ എന്ത് സമാധാനം പറയാ? എനിക്കറിയാത്തതല്ല. എന്ത് കണ്ടിട്ടാ ഈ കുട്ടി ആ മരങ്ങോടനെ പ്രേമിച്ചതെന്നാ. ആൾക്കൊത്തോ ഉയരമില്ല, കരിമ്പനയുടെ നടുക്കഷ്ണം പുറത്തൊരു സാധനം. അത് പിന്നെ ഇന്നാളെന്നൊരു യോഗമൊക്കെ ഉണ്ടാവൂല്ലോ, അത്രയും കൂട്ടിയാ മതി. അല്ലാത്തതൊക്കെ നോക്കുക. ബാലാമേടത്തി ചേർന്ന ആളാണോ ഏട്ടൻ? ഏടത്തിയെ കണ്ടാൽ ഇപ്പോഴും ഏട്ടന്റെ അതൊന്നല്ല ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? അതല്ല സുകുമാരന്റെ സസ്പെൻഷൻ, അതല്ല പ്രസിഡന്റിന്റെ ഫോൺ, അതുമല്ല പിന്നെന്താ? ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? സുകുമാരന്റെ സസ്പെൻഷൻ. അമ്മുട്ടിയെ, ഇതെന്താ ഈ സുകുമാരന് ഈ മേൽജാതിക്കാരോട് ഇത്രയ്ക്കധികം കുശുമ്പ്? അവൻ അങ്ങനെയൊന്നും ഇല്ലാന്നോ? ഏതെങ്കിലും ഒരു നായരോ ഈഴവനോ എന്തെങ്കിലും ഒരു പരാതി കൊണ്ട് സ്റ്റേഷനിലേക്ക് എന്നാ എന്താന്ന് പോലും ചോദിക്കാതെ തല്ലി ചതച്ച് സ്റ്റേഷനിൽ കേൾക്കണത്. എന്റെ ഈശ്വരാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ജാതി നോട്ടൊക്കെ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉള്ളോ? ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളോ? ഇക്കഴിഞ്ഞ ദിവസം നടന്ന സംഭവം കേൾക്കണോ നിനക്ക്? എന്താ? സുകുമാരന് സസ്പെൻഷൻ കിട്ടാൻ കാരണമായ സംഭവം.
സുകുമാരാ. അവൻ ഉറങ്ങാന്ന് പറഞ്ഞില്ലേട്ടാ? ഉവ്, അതൊന്ന് ഉറപ്പിച്ച ധൈര്യമായിട്ട് പറയാലോ വെച്ചിട്ടാ. എണീറ്റിട്ടില്ല. ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? സുകുമാരന്റെ സസ്പെൻഷൻ ഉണ്ടാകാൻ നമ്മുടെ മുരുക്കുംതൊടി ശങ്കരൻ നായരുടെ മകൻ സുധീശനെ ലോറിയിൽ മണല് കയറ്റി എന്നുള്ള നിസ്സാര കാര്യവും പറഞ്ഞ് സുകുമാരൻ പിടിച്ചകത്തിട്ടു. ലോറിയിൽ കല്ലും മണ്ണും അല്ലാണ്ട് പിന്നെ സ്വർണ്ണ കയറ്റിയ ഇതൊന്നല്ല. ജാതി സ്പർദ്ധ തന്നെ, ജാതി സ്പർദ്ധ. എന്നിട്ടത് അന്വേഷിക്കാൻ ചെന്നത് ആരാ? നമ്മുടെ വിളക്കത്തല സുകുമാരൻ നായരുടെ മകൻ മണികണ്ഠൻ. മണികണ്ഠനെ തല്ലിച്ചതച്ച് മൂലക്കിലെഴുത്തിയത് അന്വേഷിക്കാൻ ചെന്നതോ പറഞ്ഞു വന്ന നമ്മുടെ അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള കുറുപ്പത്തെ ശാരദയുടെ മകൻ MLA ചന്ദ്രഹാസൻ. ആ കുട്ടിയാണെങ്കിലോ എല്ലാവരോടും ചിരിച്ചിട്ട് വർത്താനം പറയുള്ളൂ. മന്ത്രി അല്ലെങ്കിലും മന്ത്രിയുടെ പവറുള്ള ആളാ. എന്നിട്ടെന്താ വിനയം. ആ കുട്ടിയെ ഈ മരങ്ങോടൻ അവന്റെ കൂടം പോലുള്ള കയ്യോണ്ട് തല്ലി ചതച്ച് മുണ്ടൊക്കെ ഒഴിഞ്ഞെടുത്തിട്ട് അത്ര ആമത്തിലിട്ടത്. എന്റെ ഈശ്വരാ, ഈശ്വരനെ വിളിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഈ കാര്യം ഒരു സസ്പെൻഷനിൽ തീരുന്നും കരുതണ്ട. ചന്ദ്രഹാസനെ തല്ലി ചതച്ചിന് പ്രതിഷേധിച്ച് ജനങ്ങള് ക്രിക്കറ്റിങ്ങും വാർത്താനൊക്കെ തുടങ്ങിയിരിക്കുക. ഈ മരങ്ങോടം പുറത്തിറങ്ങിയ അപ്പ കിട്ടും തല്ല്. തല്ല് കിട്ടുന്നു മാത്രല്ല, ചിലപ്പോ ചെറുപ്രായത്തില് നന്റെ മകള് വിധവയായെന്നും വരും. വകതിരിവ് വേണം. ആളും തല പറഞ്ഞ് പെരുമാറാനുള്ള വകതിരിവ് വേണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയുള്ള കാലം മാനം മര്യാദയായിട്ട് ജീവിക്കണം. MLA ചന്ദ്രഹാസന്റെ അടുത്ത് നിന്ന് കാല് പിടിച്ച് തെറ്റ് പറയാ നന്റെ മരുമകനോട്. അതല്ല, നിനക്കും മകൾക്കും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവനോട് ഇവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോക്കോളാൻ പറയാം. അവന്റെ അച്ഛൻ കോരപ്പുണ്ടാക്കിയ വീടൊന്നല്ലല്ലോ നമ്മുടെ അച്ഛൻ. നമുക്ക് വേണ്ടി പണിത് തറവാടല്ലേ. ഇത്രയും ജാതി സ്പർദ്ധയുള്ള ഒരുത്തൻ മേൽജാതിക്കാരുടെ വീട്ടിൽ താമസിക്കണ്ട. അവനോടാണ് ഇറങ്ങിപ്പോക്കോളാൻ പറയാം. എന്തൊക്കെയാ പറയണ? വന്ന് പെട്ട മാനക്കേട് ഒഴിവാക്കാനൊരു വഴി. കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലായെങ്കിലും സന്ധ്യക്ക് കുഞ്ഞുണ്ടാൻ വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആ നിലയ്ക്ക് അവൾക്ക് പറ്റിയ നല്ലൊരു കാര്യക്കരെ ഞാൻ ഒറ്റപ്പാലത്ത് കൊണ്ടുവരും. അമ്മേ, ഇതുവരെ കറിക്കരിഞ്ഞു കഴിഞ്ഞില്ലേ? ഏട്ടനിരിക്കേ. അമ്മാമ്മേ, എനിക്ക് പുതിയൊരു ബന്ധം ഉണ്ടാക്കണതിന് മുമ്പ് ഭർത്താവുമായിട്ട് പിണങ്ങി വീട്ടിൽ വന്ന് നിക്കണ അമ്മാമ്മയുടെ മകൾ ശാരദ എടുത്തിക്ക് വേറൊരു ചെറുക്കനെ ഉണ്ടാക്കാൻ നോക്ക്. ശാരദ വാസുദേവനായിട്ട് പിണങ്ങിയിട്ടൊന്നല്ല വന്നേക്കണത്. അവളുടെ അമ്മായും ഒരു മൂശേട്ട. അതുകൊണ്ടാ അവനെല്ലാ ശനി ഞാനും വീട്ടിലേക്ക് വരുമ്പോ പിന്നെന്താ ഞാൻ അപ്പൊ അത് പറയണമെന്നല്ല ഇങ്ങോട്ട് വന്നത്. എന്തായാലും അതിനിവിടെ പറയണ്ട. ഈ വീട് നിങ്ങളുടെയൊക്കെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് പറയണ കേട്ടുല്ലോ. തറവാടും പറമ്പും ബാങ്കാര് കൊണ്ടുപോകുന്നുള്ള ഘട്ടം വന്നപ്പോ തറവാട് നീ എടുത്തോ അമ്മൂട്ടിയെ എന്നും പറഞ്ഞ് ബാധ്യതയില്ലാത്ത കരഭൂമി കൈക്കലാക്കി രക്ഷപ്പെട്ട ആളാണ് അമ്മാമ. അയ്യോ, തറവാട് അമ്മൂട്ടിക്ക് തന്നെ വേണമെന്ന് അച്ഛന്റെ വലിയൊരു മോഹമായിരുന്നു. അതുകൊണ്ടാ തറവാടിന്റെ ബാധ്യത തീർത്ത് ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചെടുത്തതും വീട് പുതുക്കി പണിതതും എന്റെ സുഖവേട്ടനാ. ആ പണം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് നല്ലൊരു വീടും വെക്കാം. നിങ്ങൾ ആരും അവകാശം പറഞ്ഞ് അങ്ങോട്ട് വരികയില്ലേ? പിന്നെ ആരാ അവന്റെ വീട്ടിലേക്ക് വരണേ? അത്രയ്ക്ക് അന്തസ്സില്ലാത്ത ആരാ ഞാൻ? ഓ, അത്രയ്ക്ക് അന്തസ്സുള്ളവരാണെങ്കിൽ ഒരു കാര്യം കൂടി അറിയണത് നല്ലതാ. നിങ്ങളുടെ തറവാടും തറവാടിത്തും ഒക്കെ വീണ്ടെടുത്ത് തന്നത് എന്റെ സുഖേട്ടന്റെ കാശാ. എന്നുവെച്ച് ഞങ്ങളുടെ തറവാട് ഞങ്ങളേതല്ലാതാവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ തറവാടും പറമ്പും സുഖവേട്ടന്റെ പേരിൽ എഴുതാമെന്ന് അമ്മ നിർബന്ധം പിടിച്ചിട്ടും അത് വേണ്ട, അമ്മയുടെ പേരിൽ തന്നെ ആയിക്കോട്ടെ എന്ന് അങ്ങേര് വാശി പിടിച്ചത്. അല്ല, എന്താ ഇപ്പൊ അമ്മ ഇങ്ങനെ പറയാൻ? സുഖവേട്ടനെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് അമ്മയ്ക്ക് മോഹമുണ്ടോ? എന്റെ ഈശ്വരാ, എന്തൊക്കെ പെൺകുട്ടി പറയണേ. ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ച കാര്യമല്ലേ തോന്നുന്നു. എന്നാ പിന്നെ വിസ്തരിക്കാണ്ട് കറിക്കരിയാ നോക്ക. അമ്മാമേ, ദയവ് ചെയ്ത് ഇത്തരം ഉപദേശങ്ങളായിട്ട് ഇങ്ങോട്ട് വരരുത്. സന്ധ്യ, നീ നിലമറന്ന് സംസാരിക്കണ്ട. എന്തെങ്കിലും ആപത്ത് പറ്റിയ ഓടി വരാൻ ഞാൻ മാത്രം ഉണ്ടാവുള്ളോ? എടി പെണ്ണെ, എന്റെ കെട്ടിയോനൊരു 7-ാം കൂടത്തിൽ വിട്ടിരിക്കുക. ഇപ്പൊ സസ്പെൻഷൻ, ഇനി അത് ഡിസ്മിസ് ആവും. അങ്ങനെ വന്ന പിന്നീടുള്ള കാലം കുടുംബം പോറ്റാൻ വേണ്ടി വല്ല പാടത്തോ പറമ്പിലൊക്കെ പണിക്ക് പോണ്ടി വരും. അതല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ കൂടെ തെയ്യം കെട്ടാൻ പോണ്ടി വരും. അമ്മ ചായ എടുത്ത് വെച്ചിരുന്നു, സുഖേട്ടൻ കുടിച്ചോ? ഇല്ല. എന്നാ
സുകുമാരാ, നിന്റെ അച്ഛന് സുഖം തന്നെയല്ലടാ. നിന്റെ അച്ഛപ്പോഴും നിന്റെ അനിയന്റെ കൂടെ തന്നെയല്ലേ താമസിക്കണ? IMS കോളനിയില് 10 സെന്റില്. അച്ഛന് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, വിശേഷമൊന്നും ആയിട്ടില്ല. കാര്യം നീ ഭാര്യ വീട്ടിലെ പുറത്തിച്ചാലും ഇടയ്ക്കൊക്കെ അച്ഛന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം കേട്ടോ. അതല്ലേ അതിന്റെ ഗുരുത്തം. നീ എന്നാ ചായ എടുത്തേ. ഇവന്റെ അച്ഛനിപ്പോ പണ്ടത്തെ പോലെ തെയ്യം കെട്ടാനുള്ള ആവതൊന്നും കാണാനുള്ള വഴിയില്ല. തറോത്സവം അടുത്ത് വരില്ലേ? ഉത്സവം വരവന്റെ സസ്പെൻഷൻ നീങ്ങാച്ച ഇവനും കെട്ടാലോ തെയ്യം. അതൊക്കെ വിഷം ഉണ്ടാവുമല്ലോ അല്ലേ? അതല്ലേ പാരമ്പര്യത്തിന്റെ ഗുണം. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? പണ്ട് മലയും കോരപ്പം തെയ്യം കെട്ടാൻ വരുമ്പോ വിളക്കും പിടിച്ചോണ്ട് സുകുമാരൻ കൂടെ തന്നെ നടക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ കുട്ടിക്കാലത്തെ. പിന്നൊക്കെ ഓർമ്മയില്ലാത്ത ഇവന്റെ അച്ഛൻ കോരപ്പൻ നമ്മുടെ പറമ്പിലേക്ക് പണിക്ക് വരുമ്പോ ഇവനുണ്ടാവും മൂക്കട്ട ഏൽപ്പിച്ചിട്ട് പിന്നാലെ. അന്ന് ഇത്രയ്ക്കധികം തടിയൊന്നും ഇല്ലാട്ടാ, ഒരു ഞാര് പോലെ. പിന്നെ കറുപ്പ്, അത് ഇന്നത്തേക്കാ കൂടുതലാ. അന്ന് പണിക്ക് വരണതൊന്നല്ല, എന്തെങ്കിലും തിന്നാൻ കിട്ടൂലോ എന്ന് കരുതിയിട്ട് അച്ഛൻ്റെ പിന്നാലെ വാര് പോലെ. അന്ന് പട്ടിണിക്കാലാണേ. ഞങ്ങളുടെ അമ്മ വടുക്കോർത്തേക്ക് നിങ്ങളെ ഊണ് കഴിക്കാൻ വിളിക്കണങ്ങാത്ത് ആ പഠിക്കലുണ്ടാവും നീയും എൻ്റെ അച്ഛനും. അതൊക്കെ ഓർമ്മയുണ്ടാ സുകുമാരാ? ഇന്ന് ഞാൻ ഇതിനകത്തല്ലേ, പിന്നെന്തിനാ പണ്ട് പഠിക്കൽ നിന്ന കാര്യം ആലോചിക്കണേ? അതാ ശരി. എന്ത് ശരി? ഇതാ ചായ. നീ അമ്മക്ക് ചായ എടുത്തിട്ട്. അയ്യോ, അമ്മാമ്മയ്ക്ക് മധുരമുള്ള ചായ പറ്റുമോ? എന്താ പറ്റാണ്ട്? ഇക്ക് ഷുഗർ ഒന്നുമില്ല. പിന്നെ എന്താ നീ 2 ഗ്ലാസ് എടുക്കായിരുന്നേ? ഇപ്പൊ കൊണ്ടുവരാം. തൽക്കാലം അമ്മാമ കുടിക്കും. വേണ്ട സുകുമാരാ, അത് നീ കുടിച്ചോ. അവളെനിക്ക് വേറെ ചായ കൊണ്ടുവരും. ഹൈ, അവള് കൊണ്ടുവരുമ്പോ ഞാൻ കുടിക്കാം, ഇത് അമ്മാമ കുടിക്കും. അത് സുകുമാരൻ കുടിച്ചോളൂ, അതാ അതിന്റെ ശരി. എന്ത് ശരിയേട്ടാ? ഏട്ടൻ ചായ വാങ്ങി കുടിച്ചോളൂ, അകത്ത് വേറെ ഉണ്ടല്ലോ. അമ്മുട്ടെ നീ കാര്യം അറിയാണ്ട് വെറുതെ സംസാരിക്കണ്ടോ. ഇതിലെന്താ അത്ര കാര്യം അറിയാനുള്ളേ? ഇത് അമ്മാമ കുടിച്ചേ, കുടിക്ക് കുടിക്ക്. വാങ്ങി കുടിച്ചേട്ടാ. കുടിക്കാൻ മാമേ. ഈ അമ്മാമ പറയണ പോലെ ഈ സസ്പെൻഷൻ ആജീവനാന്തൊന്നുമല്ല, അതെങ്ങും മാറും. ഏറിയാലൊരു ട്രാൻസ്ഫർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഏട്ടൻ എന്തായി കാണിച്ചേ? ചായ ഒഴിച്ചു കളയേ. ഇതിലൊരു പാറ്റ. പാറ്റേ? എന്നിട്ട് ഞാൻ കണ്ടില്ലോ. അത് നീ ശ്രദ്ധിക്കാത്തോണ്ടാ. ഇത്രയും പോകുന്ന ഒരു പാറ്റയാ, അല്ലാണ്ട് നീ ചുണ്ടത്ത് വെച്ചോണ്ടൊന്നല്ല കേട്ടോ. അയ്യയ്യയ്യേ, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാൽ ഇത് അമ്മാമ്മ കുടിച്ചോളൂ. അതിങ്ങ് താ, ഇതിനകത്തുണ്ട് ഇത്രയും വന്നൊരു പാറ്റ. ഇതിലെവിടെയാ ഞാൻ കാണാത്തൊരു പാറ്റ? ആ പാറ്റ നീ കാണില്ല, അത് അയിത്തത്തിന്റെ പാറ്റ. മലയസുകുമാരെ തൊട്ടശുദ്ധാക്കിയത് കുടിക്കാനുള്ള മടി. ഇത്രയും ദുഷിപ്പുള്ള മനുഷ്യനെ ഈ വീട്ടിൽ ഇതിന് പച്ചവെള്ളം കൊടുത്തു വരുത്. സുഖേട്ടാ, ഇതൊരിത്തിരി കൂടിപ്പോയി. സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് സുഖേട്ടന് ഒരു തരം കോംപ്ലക്സാ, ഒരു തരം ഈഗോ. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നിനക്കൊന്നും അറിയില്ല. അതാ ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മൂട്ടി ഞാൻ പറഞ്ഞത്? ഇവന് മേൽജാതിക്കാരെ കണ്ണെടുത്താ കണ്ടോടാ. നാളെ നിങ്ങളെ കാണാൻ പറ്റാണ്ടേ പോവും. ഗതിമുട്ടിയ കുട്ടി എന്റെ വീട്ടിലേക്ക് പോന്നോട്ടോ. അതല്ലാതെ ഇനി ഞാനിനി പടി കേറില്ല. പിണങ്ങി പോകല്ലേ ഏട്ടാ, ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായേ? നീ എന്നെ തടയണ്ട, അത്രയ്ക്ക് അന്തസ്സില്ലാത്തവരൊന്നും അല്ല ഞാൻ. ആവും ഹെൽമെറ്റ് വെക്കാണ്ട് ഞാൻ ഈ വണ്ടി ഓടിക്കാറില്ല സാറേ. സാറേ ഇരിക്കും. സന്ധ്യ സാറിനൊന്ന് ചായ എടുക്കും. വേണ്ട സുമാര, ഞാൻ തളിപ്പുറം പോയി കയറിയതാ. കട്ട കട്ട വണ്ടി ലെഫ്റ്റ് അപ്പ വയ്ക്കും കട്ട. സുമാര, ഞാൻ വന്നത് എന്നാ പോയിക്കൂടെ? സിഗ്നൽ കൊടുത്തിട്ട് പോവാ. വരാട്ടാ. ആരാടാ ഇയാള്? വൈഫിന്റെ അമ്മയുടെ സാറേ, അങ്ങനെ പറ്റിപ്പോയി. സുമാര, നമുക്കതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ടത്. പോലീസിന്റെ കെടുകാര്യസ്ഥയെ കുറിച്ച് എല്ലാവരും വലിയ വർത്താനൊക്കെ പറയും. പക്ഷെ പോലീസുകാരെന്തെങ്കിലും നീതിപൂർവ്വം ചെയ്ത സസ്പെൻഷൻ. ചന്ദ്രഹാസന്റെ മാഫിയ ബന്ധു അഴിമതിയൊന്നും ജനത്തിന് പ്രശ്നമല്ല. ചന്ദ്രഹാസനെ തല്ലി നിന്നെ പിടിച്ച് തുറങ്കലടക്കണം പറഞ്ഞാൽ ജനം സമരം നടത്തുന്നത്. അവർക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ, അവർ നടത്തട്ടെ. പക്ഷെ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ശ്രമിക്കും. എങ്ങനെ? കോടതി വഴിക്കോ? ഇത് കോടതിയിലെത്താതെ പരിഹരിക്കുന്നത് നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. അതെങ്ങനെ? നമുക്കിതൊരു ചർച്ചയിലൂടെ പരിഹരിക്കാം, ഒഫീഷ്യൽ എന്നല്ല.
ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ചന്ദ്രഹാസന്റെ വീട്ടിൽ പേഴ്സണൽ മീറ്റിംഗ്. ഞാനും നീയും ചന്ദ്രഹാസനും മാത്രം. ആദ്യമൊന്നും പുള്ളിക്കാരൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ നിർബന്ധിക്കണ്ടായിരുന്നു സാറേ, ഞാൻ വരില്ല. എടോ, ചന്ദ്രഹാസന്റെ കാല് പിടിക്കാനൊന്നല്ല, പറഞ്ഞു വരുമ്പോൾ രണ്ടു കൂട്ടർക്കും പറയാൻ ഒരുപാട് ശരിയുണ്ടാവും. ആ ശരിയെക്കുറിച്ചുള്ള തർക്കങ്ങളൊന്നും വേണ്ട. പറ്റിയ തെറ്റുകൾ മാത്രം പരസ്പരം പറഞ്ഞ് രാജിയാവുക. ചന്ദ്രഹാസൻ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. കാര്യം പ്രോട്ടോകോൾ അനുസരിച്ച് MLA ആണ് മുകളിലെങ്കിലും അവർക്ക് നമ്മളെ അങ്ങനെ അങ്ങ് തട്ടിക്കളിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇല്ല സാറേ, എനിക്കൊരു വിശ്വാസമില്ല ഈ ചർച്ച കൊണ്ട് ഒരു ഗുണം ഉണ്ടാവും. മാത്രമല്ല, ഇനിയിപ്പോ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ ഏറ്റു പറയാൻ തയ്യാറായാലും മൂപ്പരുടെ സ്വഭാവം അനുസരിച്ച് മൂപ്പര് താണ് തരുന്നത്. ആ എന്ന് സുകുമാരൻ തീരുമാനിച്ചാലോ? ഒരു ശ്രമം, അതിലെന്താ തെറ്റ്? അപ്പൊ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാൻ സുകുമാരനെ പ്രതീക്ഷിക്കും. ഉറപ്പിക്കാൻ വരട്ടെ സാറേ, ഞാൻ സാറിന്റെ നമ്പറിൽ വിളിക്കാം. വിളിക്കാനൊന്നുമില്ല, സുഖമായിട്ടും വരും സാർ. സന്ധ്യയെ വിളിക്കണ്ട, പറഞ്ഞ സമയത്തിന് എത്തുക. ജനങ്ങളുടെ വിട്ടിത്തം കൊണ്ട് MLA ആയിപ്പോയി ഒരു പരനാറിയാണ് കാണാൻ പോകുന്നത് മനസ്സിൽ കരുതുക. കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിയാണ് മുമ്പിൽ നിന്ന് നടിക്കുക. ഈ നാറികളോടൊക്കെ ഇങ്ങനെ പറ്റൂ സുകുമാര? എന്ത് ചെയ്യാം, നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയില്ലേ. നീ ഇതെന്തറിഞ്ഞിട്ടാ ഞാൻ തെറ്റിലൊന്ന് വാക്ക് പറഞ്ഞത്? എന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോളൂ. സുഖേട്ടനെ കെട്ടിയതിന്റെ പേരിൽ ഒരുപാട് പേരെന്നെ പരിഹസിച്ചിട്ടുണ്ട്. മലയന്റെ പെണ്ണെന്ന് അടക്കം പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പിലൊക്കെ ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ ആണൊരുത്തൻ ഒരു സബ് ഇൻസ്പെക്ടറാന്ന് പറഞ്ഞിട്ടാ. ആ പദവി ഇല്ലാണ്ടായ എൻ്റെ സുഖവേട്ടൻ വെറും ഒരു മലയനാകും. ഞാൻ മലയന്റെ പെണ്ണ്. അതുകൊണ്ട് പോണം സുഖവേട്ട. എന്റെ നാണക്കേടോർത്തെങ്കിലും എന്റെ സുഖവേട്ടൻ പോണം.